വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിന് നേർക്ക് നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖാൻ യൂനിസിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് മേധാവി ലഫ്റ്റനന്റ് കേണൽ മഹ്മൂദ് അൽ അസ്തലാണ് മരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ച് ഇതിനകം 440 പലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നുതള്ളിയത്. അതിനിടെ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് അംഗം അടുത്തയാഴ്ച കൈറോയിൽ എത്തും. ഗസയുടെ ഭരണം സ്വതന്ത്ര സമിതിക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ധാരണ രൂപപ്പെടുത്താനാണ് കെയ്റോയിൽ ചർച്ച നടക്കുകയെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇടക്കാല സാങ്കേതിക ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വന്നെങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നിലപാട്. MCA ചർച്ചയിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ഗസയിലെ അവസ്ഥ 3 പേർ ഇന്നും കൊല്ലപ്പെടുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇത്ര ദിവസമായിട്ടും ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ? ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ കൂടി വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ദീർഘകാലമായിട്ട് നിലനിന്ന 2 കൊല്ലത്തിലധികം നിലനിന്ന ആ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായത്. പക്ഷേ ഈ 3 മാസത്തിലധികം നീണ്ട ഈ വെടിനിർത്തലിന്റെ വേളയിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം ലോകത്തിന് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഏതാണ്ട് 1000-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ പരസ്യമായിട്ട് ലംഘിക്കാനും അങ്ങനെ പിന്നെ പലസ്തീനികളെ കുരുതിക്കിടയാക്കാനും ഇസ്രായേൽ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ അത് ഗസ സിറ്റിയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. പിന്നീട് ഗസയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ വെടിനിർത്തൽ ലംഘനം നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് 440 പേരാണ്, അതിൽ തന്നെ ഏതാണ്ട് 40-ലധികം കുട്ടികൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ ആക്രമണം സ്ഥിരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇസ്രായേൽ സൈനികവും ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കുന്നത് യെല്ലോ ലൈൻ മറികടക്കാൻ ഹമാസ് പോരാളികളും മറ്റും ശ്രമിച്ചതാണ് ഇത്തരമൊരു നീക്കം നടത്താൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ്. പക്ഷേ ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഗസയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിലെ പോലീസ് മേധാവിയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ വകവരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 2 പലസ്തീനികളെയും പിന്നെ പലസ്തീനികൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു. നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് സഹായ വസ്തുക്കളും മറ്റും വിലക്കുന്ന നടപടി അതിശക്തമായി തന്നെ തുടരുകയാണ്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ താൽക്കാലിക ടെന്റുകൾ പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടേക്ക് ടെന്റുകളും ഭക്ഷ്യ വസ്തുക്കളും ഇന്ധനവും എത്തിക്കണമെന്ന ലോകത്തിന് ഒരുമിച്ചുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. ആ അഭ്യർത്ഥന പോലും പൂർണ്ണമായിട്ടും ഇസ്രായേൽ നേതൃത്വം നിരാകരിച്ചിരിക്കുകയാണ്. അത്തരമൊരു ഗതികെട്ട ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ വെടിനിർത്തൽ കാലയളവിലും ഫലസ്തീൻ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ